ഇനി അടുത്തത് രണ്ടാമത്തെ കാര്യം, ജെന്റിൽനെസ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഹാർഷായി സംസാരിക്കുക. നമ്മുടെ സംസാരത്തിൽ സാധാരണ കാര്യം പറയുമ്പോൾ പോലും ചിലർ ഹാർഷായിട്ടാണ് പറയുക. അതായത് ഒരു പരുക്കൻ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? പരുക്കൻ വാക്കുകളായിരിക്കും. ചിലർ മൃദുവായിട്ടായിരിക്കും സംസാരിക്കുക. മീക്കായിട്ടുള്ള ആളുകൾ പരുഷമായി, കാരണം പരുഷമായി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ പലപ്പോഴും കയ്പും ക്ഷമിക്കാൻ പറ്റാത്ത പലതും ഉള്ളത് കൊണ്ടാണ് അവരുടെ വാക്കുകൾ പരുഷമാകുന്നത്, ഹാർഷാകുന്നത്. എന്നാൽ അത് ഒക്കെ മറന്നു കളയുന്നവർ, ക്ഷമിച്ചു കളയുന്നവർക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ, അതായത് സോഫ്റ്റായി സംസാരിക്കാൻ കഴിയും. അപ്പോൾ സൗമ്യത ഉള്ളവർ സംസാരിക്കുന്നത് എപ്പോഴും വളരെ സോഫ്റ്റായിട്ടായിരിക്കും. കാരണം ദൈവരാജ്യത്തിൽ ഈ സുവിശേഷം അമൂല്യമായതുകൊണ്ട് അങ്ങനെയുള്ളവരെയാണ് ഈ സുവിശേഷം വരമേൽപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ സുവിശേഷം പറയുന്നവൻ ചിലപ്പോൾ പരിഹാസം കേൾക്കും, അപ്പോൾ അവനേക്കാൾ തിരിച്ച് പരിഹസിച്ചാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ചീത്ത കേൾക്കേണ്ടി വരും. അപ്പോൾ അതിലും വലിയ ചീത്ത തിരിച്ചു പറഞ്ഞാൽ ദൈവരാജ്യത്തിന് മാനക്കേടാണ്. അതുകൊണ്ടാണ് കർത്താവ് ഈ ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഇതെല്ലാം ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നത്. സൗമ്യത ഉള്ളവർ ഈ ഭൂമിയെ അവകാശമാക്കും എന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ഹാർഷായി സംസാരിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ സ്തോത്രം. അതിന് നമുക്കൊരു വചനം വായിക്കാം. സ്തോത്രം. 2 തിമോത്തി 2:24-25. കർത്താവിൻ്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്ര ഇരിക്കേണ്ടത്. ദോഷം സഹിക്കുന്നവനായിരിക്കണം. നമ്മളുടെ നീതി നോക്ക്, നമുക്ക് റൈറ്റ് ഉണ്ട്, എന്നാലും നമ്മൾ തിരിച്ചു പറയാതിരിക്കുക. അതിനെയാണ് സൗമ്യത എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ദാസൻ കലഹിക്കാതെ, ഒരു കലഹവും കർത്താവിൻ്റെ ദാസനിൽ ഉണ്ടാകരുത്, ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകരുത്. ചിലർ വചനം പറഞ്ഞ് തന്നെ തർക്കിക്കുക. ഇതിങ്ങനെയാണോ അങ്ങനെയാണോ, വചനത്തിൻ്റെ ഇത് ഇവിടെ ഇങ്ങനെ പറയുന്നു, അങ്ങനെ ഏത് കാര്യത്തിനും തർക്കിക്കാൻ ബൈബിളിൽ നിന്ന് എടുക്കാം. അത് നിങ്ങൾക്ക് അറിയാമോ? ഏത് കാര്യവും ഒരു വശം ഇങ്ങനെയാണെന്ന് കാണിക്കാൻ ഒരു വചനം എടുക്കാം, വേറൊരു വശം വേറെ രീതിയിൽ എടുക്കാം, എന്നിട്ട് അതിനെപ്പറ്റി കലഹിക്കാം. എന്നാൽ കർത്താവിൻ്റെ ദാസൻ കലഹക്കാരനാകരുത്. ഇത് കലഹിക്കുവാനുള്ള വചനങ്ങളല്ല. ദോഷം സഹിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് ആയിട്ടുള്ളത് ചെയ്തിട്ട്, ഇപ്പം നമ്മൾ ക്യൂവിൽ നിൽക്കുക, നമ്മൾ മുൻപേ വന്നു, ഒരുവൻ കയറി ഇടയിൽ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ആർക്കാണ് റൈറ്റ് ഉള്ളത്? നമുക്കാ. നമ്മൾ മുൻപേ വന്ന് നിൽക്കുന്നതാ അല്ലേ? പക്ഷെ ഒരുവൻ കാലുമേ ഒന്ന് ചവിട്ടിയിട്ടും കൂടിയാന്ന് വെച്ചോ മുന്നിൽ കയറി നിൽക്കുന്നത്. എന്നിട്ട് ഓക്കെ നീ ഇവിടെ സ്വസ്ഥമായി നിൽക്കുക എന്ന് സ്നേഹത്തിൽ പറയുന്നതിൻ്റെ പേരാണ് സൗമ്യത. നിങ്ങൾക്ക് ഇവര് റൈറ്റ് ഉണ്ട് അവിടെ. ഹല്ലേലൂയ. എങ്കിലും നമ്മൾ ക്ഷമിക്കുകയാണ്, നമ്മൾ സ്നേഹത്തോടെ പെരുമാറുക, നമ്മുടെ റൈറ്റ് ഉപയോഗിക്കാതിരിക്കുക. ഞാൻ കാലത്ത് മുതലേ വന്നതല്ലേ, ന്യായം ഇങ്ങനെയല്ലേ. ന്യായം നടത്തുന്നതിനെ പറ്റി അല്ല ഇവിടെ പറയുന്നത്. നമുക്ക് ന്യായമായി ചെയ്യുവാൻ കഴിയുന്നതായിട്ട് പോലും നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നതിൻ്റെ പേരാണ് സൗമ്യം. നോക്ക്, ദാവീദിനെ നോക്കാം. ദാവീദ് ഇത്ര വലിയ രാജാവായതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ആ ദേശമെല്ലാം അവകാശമാക്കിയതിൻ്റെ പിന്നിൽ അവൻ്റെ സൗമ്യതയാണ്. എത്രയോ സങ്കീർത്തനങ്ങൾ അവൻ പറഞ്ഞു, എൻ്റെ ഹൃദയം നുറുങ്ങി കർത്താവേ, ഞാൻ അങ്ങയുടെ മുൻപിലിരുന്ന് കരയുകയാണ്, ഞാൻ ദാഹത്തോടെ അങ്ങയെ അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയ. സോള് ശൗൽ എന്ന് പറയല്ലേ മലയാളത്തിൽ. ദാവീദിന്റെ ജീവന് വേണ്ടി പടയാളികളെ മുഴുവൻ അയച്ച് ദാവീദിനെ നശിപ്പിക്കണമെന്ന തീരുമാനമെടുത്ത് നടക്കുക. ഒരു ലോജിക്കും ഇല്ല അതിന്. ആകെ ദാവീദ് ചെയ്തത് ഗോലിയാത്തിനെ തോൽപ്പിച്ചു. ഇസ്രായേൽ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്തപ്പോൾ വലിയ ജയങ്ങൾ ദാവീദിനുണ്ടായി. അതിൽ അസൂയ പൂണ്ടാണ്. ഒരു റൈറ്റുമില്ല ശൗലിന്. എന്നിട്ടും ദാവീദിനെ കൊല്ലാൻ വേണ്ടി സേനകൾ അയച്ച് നടക്കുന്ന സമയം ദാവീദിന്റെ ഭാഗത്താണ് ന്യായം. ദാവീദിനെയാണ് അഭിഷേകം ചെയ്തത്, ദാവീദിനെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. ഒരു ന്യായവും ശൗലിനില്ല. എന്നിട്ട് ഒരു ഗുഹയിൽ ഒളിച്ച് താമസിക്കുക ദാവീദ്. കുറേ നാളുകളായി ഈ സേന ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ചുറ്റും നടക്കുന്നു.
ആ സമയത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും 1 ശമൂവേൽ 24 ഓർമ്മ, ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഈ ശൗല് ഈ ഗുഹയിൽ വന്ന് ഒറ്റപ്പെട്ട് ദാവീദും സംഘവും താമസിക്കുന്ന ഗുഹയിൽ വരും. ഒറ്റയ്ക്കാണ്, വസ്ത്രം അഴിക്കേണ്ട പോലെ ഒരു സാഹചര്യം. അപ്പോൾ ദാവീദിന്റെ കൂടെയുള്ളവർ പറഞ്ഞു, ഇതാ ദൈവം നിന്റെ ശത്രുവിനെ നിന്റെ കരങ്ങളിൽ നൽകിയിരിക്കുന്നു. വചനമുണ്ട്. അപ്പൊ തന്നെ ദാവീദ് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കൊന്നില്ല. പൂർണ്ണമായും ദാവീദിന് റൈറ്റ് ഉണ്ടായിരുന്നു ശൗലിനെ എന്തെങ്കിലും ചെയ്യാൻ. കാരണം സ്വന്തം ജീവന് വേണ്ടി വേട്ടയാടി നടക്കുന്ന ഒരുവൻ. ദാവീദ് ചെയ്തത് മിണ്ടാതെ അവന്റെ വസ്ത്രത്തിന്റെ അറ്റത്ത് നിന്ന് ഒരു ചെറിയ ഭാഗം മുറിച്ചെടുത്തു. അത് പിന്നീട് കാണിക്കാനാണ്. എനിക്ക് നിന്നെ കൊല്ലാൻ കഴിയാമായിരുന്നിട്ടും ഞാനത് ചെയ്തില്ല. സ്തോത്രം. അപ്പോൾ ദാവീദ് ഒരു രാജാവായിരിക്കുന്ന ശൗൽ തന്നോട് ഇത്രയും ഉപദ്രവം ചെയ്തിട്ടും തൻ്റെ ജീവന് അപായം ഉണ്ടായിട്ട് പോലും അവന് തിരിച്ച് ഒരു ഉപദ്രവം ചെയ്തില്ല. അതിൻ്റെ പേരാണ് സൗമ്യത. അതുകൊണ്ട് ദാവീദ് ആ രാജ്യമെല്ലാം ഭരിക്കുവാൻ ഇടയായത്. ആ യെരുസലേമിൽ ആ രാജ്യത്വം എടുക്കുവാൻ ദൈവം ദാവീദിനെ ഏൽപ്പിച്ചതിൻ്റെ പിന്നിൽ ദാവീദിന്റെ സൗമ്യതയാണ്. സൗമ്യതയുള്ളവർ ഭൂമിയെ, ഒന്ന് പറഞ്ഞേ, സൗമ്യത ഉള്ളവർ ഭൂമിയെ അവകാശം. ക്ഷമിക്കുവാൻ കഴിയുന്ന ഹൃദയം, ഇതാണ് രണ്ടാമത്തെ ക്വാളിറ്റി. ആദ്യത്തെ പേഷ്യൻസ്, രണ്ടാമത്തെ ഫോർഗീവ്നെസ്. ആദ്യത്തെ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ഉപദ്രവം ചെയ്ത് തിരിച്ച് നമ്മൾ ദേഷ്യപ്പെടാതിരിക്കുന്നത്, അത് പേഷ്യൻസ് എന്ന് പറയുന്ന ക്ഷമ. ഇവിടെ ഫോർഗീവ്നെസ്, ക്ഷമിക്കുകയാണ്. ദാവീദ് ചെയ്തത് പൂർണ്ണമായി അങ്ങ് ക്ഷമിച്ചു. പ്രൈസ് ഗോഡ്. ക്ഷമിച്ചത് കൊണ്ടാണ് അങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഈ സൗമ്യത ഉള്ളവർ പൂർണ്ണമായി ക്ഷമിക്കുന്നവരായിരിക്കും. അവരുടെ ഹൃദയത്തിൽ ഒരു കയപ്പും നിലനിൽക്കുകയില്ല. നമുക്കിനി ഒരു കാര്യം കൂടെ, ഈ സൗമ്യതയുള്ളവരുടെ സ്വഭാവം വിനയം. വിനയം എന്ന് പറഞ്ഞാൽ ഹംബിൾനെസ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? പ്രൗഡ്, അഹങ്കാരം. സൗമ്യതയുള്ളവർ വിനയമുള്ളവരായിരിക്കും. മോശയെക്കുറിച്ച് ദൈവവചനം പറയുന്നത് അവൻ ഏറ്റവും വിനീതനായിരുന്നു. സംഖ്യാപുസ്തകം 12:3 വായിക്കാം. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലോ അതിസൗമ്യനായിരുന്നു. അതിസൗമ്യനായിരുന്നു. ഒന്ന് പറഞ്ഞേ, അതിസൗമ്യനായിരുന്നു. ഏറ്റവും സൗമ്യതയുള്ളവനായിരുന്നു, അഹങ്കാരമില്ലാത്തവനായി. ഇതൊക്കെ പറയുന്ന സമയം കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു മോശയ്ക്ക്. അതൊക്കെ മാറിയതിന് ശേഷമാണ് ഇങ്ങനെ സൗമ്യനായത്. നിങ്ങൾക്കറിയാലോ, മോശ സ്വന്തം കഴിവിൽ ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് കാനാനിലേക്ക് നയിക്കാൻ നോക്കി. ഒരുവൻ ഇസ്രായേൽ ജനത്തോട് അപമര്യാദയായി വേദനിപ്പിച്ചപ്പോൾ അവനെ അങ്ങ് അടിച്ചു കൊന്നു, ഇസ്രായേലിനെ, ഈജിപ്തുകാരനെ. ഒരാൾ പോലും മോശയുടെ കൂടെ നിന്നില്ല. സ്വന്തം ജനത്തിലുള്ളവർ പോലും നിന്നില്ല. അതായത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി അവരെ ഉപദ്രവിക്കുന്ന ശത്രു എന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ ഈജിപ്തുകാരെ ഒരുവനെ അടിച്ചു കൊന്നത്. എന്നിട്ട് പോലും അവൻ സ്വന്തം ശക്തിയിൽ ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടായിരിക്കും ഒരു ഇസ്രായേൽ മക്കൾ പോലും മോശയോട് കൂടെ നിന്നില്ല. എന്നിട്ടാണ് 40 വർഷം മരുഭൂമിയിലൊക്കെ പോയി വന്നപ്പോൾ മോശ എന്തായി? അവൻ ലോകത്തുള്ള സകല മനുഷ്യരെക്കാൾ സൗമ്യനായി തീർന്നു. അതുകൊണ്ടാണ് മോശയെ ദൈവം കാനാൻ ദേശത്തിലേക്ക് 30 ലക്ഷം ആളുകളെ നയിക്കുവാൻ ഉപയോഗിച്ചത്. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും. ഒന്നും കൂടെ പറഞ്ഞോ, സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും. ഇത് വലിയ കാര്യമായി സൗമ്യത കർത്താവിൽ നിന്ന് പ്രാപിക്കുക എന്നുള്ളത്. നമ്മളിലുള്ള ആത്മീയ ശക്തി, നമ്മൾ സുവിശേഷം പറയുന്നത്, സാക്ഷ്യം പറയുന്നത് എല്ലാം സൗമ്യതയിലൂടെ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഭൂമിയെ അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഒരു വചനം നമുക്ക് വായിക്കാം. യാക്കോബ് 1:21-22. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. 21-22. ആകയാൽ എല്ലാ മാലിന്യവും വർദ്ധിച്ച് ദുഷ്ടതയും വിട്ട്
നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതായി നിങ്ങളിൽ നട്ടിരിക്കുന്ന വചനം എന്ന് പറഞ്ഞ് സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ഒന്നും കൂടെ, സൗമ്യതയോടെ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്ത് നിങ്ങളെ തന്നെ വഞ്ചിക്കാതെ അത് പ്രവർത്തിക്കുന്നവരായും ആയിരിക്കും. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് കണ്ടാൽ അറിയാം നിങ്ങൾ സൗമ്യതയുള്ളവരാണോ അല്ലയോ. വചനം കേട്ടിട്ട് കൈയും കെട്ടി യെസ് ഓക്കെ അങ്ങനെയാണല്ലേ, യെസ് അണ്ടർലൈൻ, ഓ ഇതുണ്ട്, ഇത് ഞാൻ അന്ന് വിചാരിച്ചത്, ഓക്കെ ഓക്കെ ഓക്കെ. ചിലരിങ്ങനെയാ. ഹല്ലേലൂയ. ഒരു കാര്യവുമില്ല, ഇതൊക്കെ പുസ്തകത്തിൽ എഴുതി വെക്കാന്ന് മാത്രമേ കാര്യമുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് പോകുമ്പോൾ പുസ്തകം കൈ പിടിക്കാം അല്ലേ, വചനമായിട്ട്. ഇത് എന്തെങ്കിലും മാറ്റം നമ്മളിൽ ഉണ്ടാക്കണമെങ്കിൽ ഇത് ബുദ്ധി കൊണ്ട് കഴിയില്ല. ഇതിനെപ്പറ്റി സംസാരിച്ച് വലിയ വലിയ പ്രതിവാദങ്ങൾ നടത്തിയത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഈ വചനം സൗമ്യതയോടെ നിന്റെ ആത്മാവിൽ നീ കൈക്കൊള്ളണം. താഴ്മയുള്ളവനെ പോലെ കർത്താവേ ഇത് എനിക്ക് ലഭിക്കുന്ന അപ്പമാണ്, ആമേൻ, ഞാൻ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ഇത് എന്താണെന്ന് ബുദ്ധിയിൽ ആലോചിച്ചിട്ടല്ല, ഇത് ദൈവത്തിന്റെ ചൈതന്യം നിറഞ്ഞ വചനമാ, ഞാൻ അത് സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ അസുഖം വരുമ്പോൾ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അതിങ്ങനെ മുറിച്ച് ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കി ഈ കാര്യം ഇന്ന കാര്യത്തിനുള്ളതാണല്ലേ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു MBBS ഒക്കെ പഠിക്കേണ്ടി വരും. ഒന്നും അല്ലല്ലോ. എന്താ ചെയ്യാറ്? ടാബ്ലറ്റ് എടുത്തിട്ട് ഒറ്റ വിഴുങ്ങല, വേഗം ഇതൊന്നും മാറണം. ഇതുപോലെയുള്ളൂ. ഇതല്ലാതെ ഇതിനെപ്പറ്റി ആലോചിച്ച് ഇതിങ്ങനെ പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു കമ്പോണന്റ് ഉണ്ട്, ബെൻസിറ്റൈൻ, ബെൻസിറ്റൈൻ മറ്റേ കമ്പോണന്റിന്റെ കൂടെ വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. അങ്ങനെ ആലോചിച്ചിരിക്കുകയാണോ ചെയ്യാറ്? ചിലർ വചനം അങ്ങനെ വായിക്കുന്നേ, അതെടുത്ത് അങ്ങ് ഭക്ഷിക്കുക. ഇത് നമ്മുടെ ആത്മാവിന് വേണ്ട ആഹാരമാ. ഇതിൽ എന്ത് പറഞ്ഞോ അത് ഞാൻ അനുസരിക്കും. ഇതെന്റെ ജീവനെ നിലനിർത്തുന്നതാ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ ആമേൻ പറഞ്ഞു. അതുകൊണ്ടാ പറയുന്നേ, വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എന്ത് വചനം പറയുന്നു അത് സ്വീകരിക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ആദ്യം ദാഹം, പിന്നെ കരച്ചിൽ, പിന്നെ സൗമ്യത. ദാഹമുള്ളവർ ദൈവരാജ്യം അവകാശമാക്കും. ദുഃഖിക്കുന്നവർക്ക്, ദൈവത്തിന്റെ വചനം പറയുന്നത് അനുസരിക്കണമെന്ന ദാഹമുള്ളവർക്ക്, വേദനയോടെ വചനങ്ങൾ പാലിക്കണമെന്ന് ചിന്തിക്കുന്നവരെ കർത്താവ് ആശ്വസിപ്പിക്കും. അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിന് അവകാശികളും ഭൂമിയെ അവകാശമാക്കേണ്ടതിന് സൗമ്യതയുടെ ആത്മാവിനാൽ അവരെ നിറയ്ക്കും. ഹല്ലേലൂയ. സൗമ്യത നമ്മെ പഠിപ്പിച്ച നമ്മുടെ രാജാവായ ക്രിസ്തു, അവൻ സർവസമ്പന്നനായിരുന്നിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. എല്ലാം ഉള്ളവനായിരുന്നിട്ടും എല്ലാം ത്യജിച്ച് ഒരു സാധാരണ മനുഷ്യനെ പോലെ അവൻ ഭൂമിയിൽ നടന്നു. എല്ലാ അധികാരവും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും അവനെ പിടിക്കാൻ പടയാളികൾ വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, ഇവരെല്ലാം അങ്ങ് തട്ടിക്കളയാം, ചെവി ഒരുത്തന്റെ മുറിച്ചു മാറ്റി. കർത്താവ് പറഞ്ഞു, വേണ്ട മോനെ, എല്ലാ അധികാരവും ഒരു വാക്ക് പറഞ്ഞാൽ മതി, ദൂതഗണങ്ങൾ ഇറങ്ങും. ഹല്ലേലൂയ. എന്നിട്ടും അത് ചെയ്യാതിരിക്കുന്നതിന്റെ പേരാ സൗമ്യത. ഉപദ്രവിക്കുവാൻ വന്നവന്റെ ചെവി തൊട്ട് അവൻ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് പറഞ്ഞ വചനമാ മത്തായി 11:28 മുതൽ 30 വരെ. മാത്യു 11:28-30. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഈ വചനം ഒന്ന് എല്ലാവരും വായിച്ചേ. നോക്ക്, യേശു പറയുക, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം വഹിച്ച് എന്നിൽ നിന്ന് പഠിക്കുവിൻ. നിക്ക് യേശു പറയാം, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്, എന്നിൽ നിന്ന് പഠിക്കുക എന്ന് മാത്രമല്ല പറഞ്ഞേ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്, എല്ലാ വചനം എഴുതി വെച്ച് പഠിക്കുക, എല്ലാം കറക്റ്റായിട്ട്
എഴുതി വെച്ച് നിങ്ങൾ പഠിക്കാന്നാണോ പറഞ്ഞേ? അതിന് മുൻപൊരു ചെറിയ കാര്യം നിങ്ങൾ വായിച്ചോ? ഒന്നും കൂടെ നോക്കി നോക്കി. അങ്ങനെ ചിലർക്ക് അത് കാണാനേ പറ്റില്ല. എന്റെ നുകം വഹിച്ച്. കർത്താവ് പറയാം, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാ. എന്നിൽ നിന്ന് പഠിക്കാൻ പറയുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം പറഞ്ഞു. എന്റെ നുകം ഏറ്റുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ട്രാൻസ്ലേഷനിൽ വഹിച്ചുകൊണ്ട്. അങ്ങനെ വഹിച്ചാലേ സൗമ്യത പഠിക്കാൻ പറ്റുള്ളൂ. ഇത് ബുദ്ധിയിലുള്ള ക്ലാസ് അല്ല. ബുദ്ധിയിൽ പേനയും പേപ്പറും മാത്രം വെച്ച് എഴുതി പഠിക്കുന്ന ക്ലാസ് അല്ല സൗമ്യത. യേശു പറഞ്ഞു, ഞാൻ സൗമ്യനാണ്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, നിങ്ങളിലെല്ലാം സൗമ്യത കടന്നു വരട്ടെ. പറഞ്ഞോ? ഇല്ല. നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, എൻ്റെ നുകം. എന്താണ് ഈ നുകം? അതിലും മുൻപ് പറഞ്ഞത് അതിലും രസമായിട്ടുള്ള കാര്യം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് പറയുക, ആകെ ഭാരമാ വഹിച്ച് നടക്കുന്നേ. എന്നിട്ട് പറയാ, എൻ്റെ ഒരു നുകം കൂടെ. എന്താ ഇവിടെ പറയുന്നേ? നോക്ക്, ലോകത്തിന്റെ ഭാരമല്ല ഈ നുകം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മളുടെ വിഷയങ്ങൾ, നമ്മളുടെ പരാതികൾ, നമ്മളുടെ പരിഭവങ്ങൾ, നമ്മളുടെ ദുഃഖങ്ങൾ, ഇതെല്ലാം ഒരു ഭാരം. ആ ഭാരമുള്ളവർ ചെയ്യേണ്ടത് ആ ഭാരമെല്ലാം ക്രൂശിൽ അങ്ങ് കൊടുക്കുക കർത്താവിന്റെ കയ്യിൽ. സൗമ്യതയുള്ളവന് ഒരു ഭാരവും ഇല്ല. അവൻ വളരെ തൃപ്തനാണ്. ലോകം മുഴുവൻ അവൻ്റെതാ. എന്തായാലും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെ വിചാരിച്ചൂടെ? ലോകം മുഴുവൻ നമ്മുടേതാ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, സ്തോത്രം. ഇവിടെ റോഡിലൂടെ ഒക്കെ ഇറങ്ങി നടക്കുന്നതിന് വല്ല പൈസ കൊടുക്കണോ? ഒരു കുഴപ്പമില്ല, നമുക്ക് ധൈര്യമായിട്ട് നടക്കാം. പ്രൈസ് ഗോഡ്. നമ്മളുടെ ഭാരത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മളുടെ ആകുലതകൾ, ഭാരങ്ങൾ, ഇതെല്ലാം കർത്താവിന് കൊടുത്തിട്ട് കർത്താവ് പറയാം, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ അടുക്കൽ വരുവിൻ, എന്നിട്ട് എൻ്റെ നുകം വഹിക്കുവിൻ. ഒന്ന് പറഞ്ഞേ, എൻ്റെ നുകം വഹിച്ച്. നമ്മളുടെ ഭാരങ്ങൾ, നമ്മളുടെ പരാതികൾ, നമ്മളുടെ പരിഭവങ്ങൾ, നമ്മളുടെ വീട്, നമ്മളുടെ കുടുംബം, നമ്മുടെ മക്കൾ എന്താകും അതല്ല അത്. കർത്താവിൻ്റെ നുകം. എന്താ അത്? കർത്താവിൻ്റെ നുകം. ലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. ലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. സകലരുടെയും മുൻപിൽ എൻ്റെ സാക്ഷികളാകുവിൻ. സകല ജനതകളെയും ശിഷ്യരാക്കുവിൻ. കർത്താവിൻ്റെ നുക, കർത്താവിൻ്റെ ഭാരമാ, കർത്താവിൻ്റെ ഹൃദയമാ. രോഗികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വേദന അനുഭവിക്കുന്നവരെ നിങ്ങൾ ആശ്വസിപ്പിക്കുവിൻ. മറ്റുള്ളവരെ കരുതുവിൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിന്റെ ജീവിതം, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഒരു ഗോതമ്പ് മണി അതുപോലെ ഇരുന്നാൽ അത് പ്രയോജനപ്പെടുകയില്ല. എന്നാൽ അത് നിലത്ത് വീണ് അഴുകുന്നെങ്കിലോ അതിൽ നിന്ന് വലിയ ഒരു വൃക്ഷവും ഫലവും കായ്ക്കുവാനിടയാണ്. എൻ്റെ നുകം വഹിക്കുവിൻ. നുകം വഹിക്കാതെ സൗമ്യത ലഭിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കർത്താവ് അത് പറഞ്ഞത്. ദൈവവേലകളിലായിരിക്കുന്നവർ, അതിനുവേണ്ടി കഷ്ടത അനുഭവിക്കുന്നവർ, അതിനുവേണ്ടി പരിഹാസം സഹിക്കുന്നവർ, അതിനുവേണ്ടി വേദനയിലൂടെ കടന്നു പോകുന്നവർ, ഒരു സംശയവും വേണ്ട, നല്ല സൗമ്യതരായിട്ട് മാറും. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ അടുക്കൽ വരുവിൻ, എൻ്റെ നുകം വഹിച്ച്. ഒന്നും കൂടെ പറ, എൻ്റെ നുകം വഹിച്ച് എന്നിൽ നിന്ന് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ ആശ്വാസം കണ്ടെത്തും. എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? കർത്താവിൻ്റെ നുകം വഹിക്കുമ്പോൾ, കർത്താവിൻ്റെ ഹൃദയഭാരം നമ്മളുടെ ഭാരമാകുമ്പോൾ, അനേകർക്ക് വേണ്ടി നമ്മൾ അവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ അധ്വാനിക്കുമ്പോൾ നമ്മൾ ആശ്വാസം കണ്ടെത്തും. ഇതുവരെ നിന്റെ ജീവിതത്തെക്കുറിച്ച് നീ ഭാരപ്പെട്ടത്, ഇതുവരെ എന്താകുമെന്ന് വിചാരിച്ചെടുത്തെല്ലാം കർത്താവിന്റെ കരം നിന്നെ ആശ്വസിപ്പിക്കും. നീ അവന്റെ വേലയ്ക്കായി നിൽക്കുമ്പോൾ നിന്റെ വിഷയം അവന്റെ വിഷയമായി മാറും. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി സകലതും കൂട്ടിച്ചേർക്കപ്പെടും. ഒന്ന് പറഞ്ഞേ, സകലതും കൂട്ടിച്ചേർക്കപ്പെടും. ഹല്ലേലൂയ. അടുത്ത ഒരു വചനം കൂടെ വായിക്കാം. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ഇത് ഒരു നുകമാണ്. അത് കർത്താവ് സമ്മതിക്കുന്നുണ്ട്. നുകം തന്നെയാണ്. ഒരു കുറച്ച് നുകം എന്ന് പറഞ്ഞ ഒരു വേദനയൊക്കെ ഉണ്ട്. എങ്കിലും
അത് നിനക്ക് എടുക്കാവുന്നതിലും അപ്പുറം കർത്താവ് അനുവദിക്കുകയില്ല. നിന്റെ സ്ഥാനത്ത് നിന്ന് നിനക്ക് പറ്റുന്നത് നീ ചെയ്യുക. പ്രാർത്ഥനാ യോഗങ്ങൾക്ക് മുടങ്ങാതെ വരിക, സമയത്തിന് വരിക, കർത്താവിന്റെ വചനത്തിന് ദാഹത്തോടെ കാത്തിരിക്കുക, അതിന് പ്രാധാന്യം കൊടുക്കുക. ഹല്ലേലൂയ. കിട്ടുന്ന വെളിപാടുകൾ അനുസരിച്ച് വചനം നീ വായിക്കുമ്പോൾ ചിലത് നിന്നോട് സംസാരിക്കും. കർത്താവ് ഇതെനിക്ക് അനുസരിക്കണമെന്ന് നീ ഉള്ളത്തിൽ പറയുമ്പോൾ അത് ചെയ്തു തുടങ്ങുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അങ്ങനെയാണ് പതുക്കെ പതുക്കെ ആ നുകം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും മൃദുവായിരിക്കും. അത് കൂടെ ഒരുമിച്ച് ചെയ്യുവാൻ ദൈവ മക്കളെ കർത്താവ് നിയോഗിക്കും. അത് ഒറ്റയ്ക്ക് ആർക്കും ചെയ്യുവാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ദൈവം സഭകളെ സ്ഥാപിക്കുന്നത്, അതുകൊണ്ടാണ് ദൈവം കൂട്ടായ്മകളെ ഒരുക്കുന്നത്, അതുകൊണ്ടാണ് പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ ദൈവ സ്നേഹത്താൽ നമ്മളെ കർത്താവ് കൂട്ടി ഇണക്കുന്നത്. ഇത് ഒരുമിച്ച് ചെയ്യുമ്പോൾ ആ നുകം മൃദുവായും ഭാരമില്ലാത്തതായും ചെയ്യുവാൻ നമുക്ക് കഴിയും. അങ്ങനെയെങ്കിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഈ ഭൂമിയെ ദൈവരാജ്യത്തിനായി അവർ നേടും. അനേക രക്ഷയിലേക്ക് വരുവാൻ ദൈവം അവരെ ഉപയോഗിക്കും. ദൈവവചനത്തിനെ അവരുടെ ഉള്ളത്തിൽ അവൻ ഒരു നിക്ഷേപമായി കൊടുക്കും.